ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും മികച്ച വീക്കെൻഡ് എപ്പിസോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സംശയം പറയാം ഇന്നത്തേതായിരുന്നു ഏറ്റവും മികച്ച എപ്പിസോഡ്. ഇതായിരുന്നു ലാലേട്ടനിൽ നിന്ന് ഓരോ പ്രേക്ഷകരും ഓരോ ബിഗ് ബോസ് ഫാൻസും ആഗ്രഹിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇതായിരുന്നു ഓരോ ബിഗ് ബോസ് ഫാൻസും ബിഗ് ബോസിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു 100% പീക്ക് ലെവൽ എന്ന് പറയത്തില്ലേ, ഒരു 100% ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറയത്തില്ലേ, ഈ ഒരു ആഴ്ച നടന്ന പ്രശ്നങ്ങളിൽ നമ്മൾ പ്രേക്ഷകർ എന്താണോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് വിഷമം തട്ടിയിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ദേഷ്യം തോന്നിയിട്ടുള്ളത്, ഏതൊക്കെ രീതിയിൽ ആരാണ് മികച്ച രീതിയിൽ ഗെയിം കളിച്ചത്, കളിക്കാത്തവരാരാണ്, ആരുടെ ഭാഗത്ത് തെറ്റ്, ഇതെല്ലാം നമുക്ക് എന്ത് തോന്നിയോ അതെല്ലാം എക്സാക്റ്റ് ആയിട്ട് ലാലേട്ടൻ വിളിച്ചു പറയുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് കണ്ടത്. അതോടൊപ്പം തന്നെ പറഞ്ഞ രീതി, ലാലേട്ടൻ ചുമ്മാ തീയായി ഫയറായിട്ട് നിൽക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അക്ബറിന്റെ ഉമ്മയെ കൊണ്ട് ബിഗ് ബോസിലേക്ക് വിളിപ്പിക്കുന്നു. അതിനുശേഷം തന്നെ അക്ബറിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു, അക്ബർ പോകുന്ന റൂട്ട് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ച ആ രീതി അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ അനീഷിനെ ബിഗ് ബോസ് ടീം ഇത്തവണ പ്രശംസിച്ചിരിക്കുകയാണ്. അനീഷ് പണിപ്പുര ടാസ്കിൽ ആ മിണ്ടാതിരുന്ന ടാസ്കിന് ലാലേട്ടൻ കൈയടിച്ച് പ്രശംസിച്ചിരിക്കുന്നു. അതൊരു ബ്രില്യൻ ടാസ്ക് ആയിരുന്നു. നമ്മുടെ ലാലേട്ടൻ തന്നെ സമ്മതിക്കുകയും ആരിന്റെയും ജിസയിലിന്റെയും ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എല്ലാം നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും, ഒപ്പം കമന്റ് ചെയ്യുകയും ചെയ്യണം. സോ ലാലേട്ടൻ എത്തിയിട്ട് ആദ്യം തന്നെ ശുചിത്വമായിരുന്നു മാറ്റർ. ലാലേട്ടൻ നേരെ വീട്ടിനകത്തോട്ട് ചെല്ലുന്നു. വീട്ടിനകത്ത് ചെന്നിട്ട് അവിടെ കംപ്ലീറ്റ് അവിടെ നമ്മുടെ കിച്ചണിൽ കിടന്ന വെസൽസ് മൊത്തം നോക്കുന്നു. പാത്രം ഒന്നും കഴുകിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് പോകുന്നു. ബെഡ്റൂമിലേക്ക് കംപ്ലീറ്റ് നമ്മുടെ ക്യാപ്റ്റന്റെ ബെഡായിരുന്നു ഏറ്റവും കൊളായിട്ട് കിടന്നത്. സോ ബാക്കിയുള്ളവരുടെ ബെഡെല്ലാം കുറച്ചൊക്കെ നീറ്റായിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അലമ്പ് ആയിട്ട് കിടക്കുമായിരുന്നു. ബാത്റൂമിലേക്ക് പോയപ്പോഴത്തേക്ക് വലുതായിട്ട് ബാത്റൂമിന്റെ ക്യാപ്റ്റൻ ഷാനവാസ് ആയിരുന്നു. വലുതായിട്ട് ലാലേട്ടന് പരാതികളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം ഇവരോടത് ഓരോന്നായിട്ട് ചോദിക്കുന്നു. ഇതിൽ ആദ്യം തന്നെ പൊക്കുന്നത് നമ്മുടെ ആര്യനെയാണ്. ആര്യൻ ചെയ്ത വൃത്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആര്യൻ താടി മുറിക്കാനായിട്ട് കിച്ചണില് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അത് കൊണ്ടുപോയിട്ട് നേരെ കൊണ്ടുപോയി താടി മുറിച്ചിട്ട് ആ കത്തി കൊണ്ടുവന്ന് അടുക്കള ഉപയോഗിക്കുന്നത്. ഇതാണ് ലാലേട്ടൻ ആദ്യം തന്നെ ചൂണ്ടിക്കാണിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാൻഡ്, നമ്മുടെ ആര്യന്റെ സ്റ്റാർ ബാൻഡ് ലാലേട്ടൻ കൊണ്ടുപോയി ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ആര്യൻ ഇനി ഒരു പ്രിവിലേജസും ഉണ്ടാവത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മുടെ അക്ബറിനെ എണീപ്പിച്ച് നിർത്തി നമ്മുടെ ലാലേട്ടൻ പറയുന്നത്. അക്ബറിന്റെ വീഡിയോ ഓൾറെഡി കാണിച്ചു കൊടുത്തു. അക്ബറിന്റെ ദേഷ്യപ്പെടുന്ന അനുവിനോടാണെങ്കിലും അനീഷിനോടാണെങ്കിലും മൊത്തത്തിൽ ആ ഹൗസിൽ ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് ദേഷ്യവും പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഇതെല്ലാം കൃത്യമായിട്ട് വീഡിയോയിൽ കാണിച്ചു കൊടുത്ത് ആദ്യമേ തന്നെ സൈക്കോളജിക്കലി അക്ബറിനെ ട്രബിളാക്കി. അതിനുശേഷം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അക്ബറിന്റെ ഉമ്മയെ കൊണ്ട് അക്ബറിനെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അക്ബറിന്റെ ഉമ്മ പറഞ്ഞതാണ്, നമ്മൾ ചിരിച്ച് കളിച്ച് കണ്ട എൻ്റെ മകനല്ല ഇപ്പൊ അവിടെ നിൽക്കുന്നത്, നമുക്ക് കാണേണ്ട ആ രീതിയിലാണ് കാണേണ്ടത്, എന്തു പറ്റി, എങ്ങനെയാണ്. അപ്പം അക്ബർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. പക്ഷെ ആ ഉമ്മയുടെ ആ കോള് എന്തായാലും ചെന്നത് അക്ബറിന് നല്ലൊരു മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്ന എപ്പിസോഡിൽ വരുന്ന ആഴ്ച കുറച്ചും കൂടി അക്ബർ, ബിക്കോസ് അക്ബർക്ക് നല്ല പൊട്ടൻഷ്യലുള്ള നല്ല ഗെയിം കളിക്കാൻ കഴിവുള്ള ആളാണ്. സോ വാശിയും ദേഷ്യവും ഒക്കെ ഇവർക്കൊക്കെ ഓരോ സ്പെസിഫിക് ആൾക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇപ്പൊ അനുവിനാണെങ്കിലും അനീഷിനാണെങ്കിലും ഇവർക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊരു ചെറിയ നിസാര കാര്യമാണെങ്കിലും ഇവർ ടാർഗറ്റ് ചെയ്ത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അനീഷിനെയും അനുവിനെയും മെയിൻലി ഇവർ അറ്റാക്ക് ചെയ്യുക, പിന്നെ അതോടൊപ്പം തന്നെ ഷാനവാസിനെയും. ഇത് മറന്ന് നമ്മൾ ഗെയിമിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അക്ബറിന് കയറി വരാൻ പറ്റും. ഇതിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ അക്ബറും നമ്മുടെ അപ്പാനി ശരത്തും തമ്മിലൊന്ന് ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. രണ്ടുപേർക്കും രണ്ട് രീതിയിൽ കളിച്ച് മുന്നേറാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അപ്പാനി ശരത്തിനെ വലുതായിട്ട് പൊക്കിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പൊക്കിയത് നമ്മുടെ അഭിലാഷിനെയും നമ്മുടെ ഓണിയലിനെയാണ്. അതിനു വേണ്ടിയിട്ട് 6 പേരെയോ 7 പേരെയോ അല്ല 6 പേരെ അതായത് വെളിയിൽ നിന്ന് കൊണ്ടുവന്നു. വെളിയിൽ പോയി ഏഷ്യനെറ്റ് ടീം പോയി ഷൂട്ട് ചെയ്ത് 6 ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ. ഒരു ആദ്യം തന്നെ ഒരു ലേഡി ആയിരുന്നു, പിന്നെ ഒരു ഡ്രൈവേഴ്സ് ആയിരുന്നു, പിന്നെ ഒരു യങ് പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 യങ് ഗേൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ എല്ലാവരെയും മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ചീത്ത പറച്ചിലും ഇവരുടെ ചെരുപ്പൂരിയേറിയലും നിലവാരമില്ലാത്ത സംസാരവും ഇതൊക്കെയായിരുന്നു ഇവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. സോ ഇത് പറഞ്ഞ് മനസ്സിലാക്കും. ബിക്കോസ് ഒണിയലും അഭിലാഷും നല്ല തെറി പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ആ റെനയ്ക്കെതിരെ അന്ന് ഉണ്ടാക്കിയ. പക്ഷെ അന്ന് ആര്യന്റെ ഭാഗത്തായിരുന്നു തെറ്റെന്നുള്ളത് കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ആര്യന്റെ ഭാഗത്ത് തന്നെയാണ് 100% തെറ്റ്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. ചൂടാകാൻ ദേഷ്യപ്പെടാം, പക്ഷെ അതിനപ്പുറത്തേക്ക് പോയി പച്ചത്തേറി വിളിച്ച് ഫുൾ എഡിറ്റ് ചെയ്ത് ബിഗ് ബോസ് ടീമിന് കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ കൊണ്ടെത്തിച്ചു. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രേക്ഷകരെ വെളിയിൽ നിന്ന് ബിഗ് ബോസ് ടീം കൊണ്ടുവന്നത്. ആൻഡ് അത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു.
അതിനുശേഷം പിന്നീട് വന്നത് നമ്മുടെ പണിപ്പുര ടാസ്കിലായിരുന്നു. പണിപ്പുര ടാസ്കിൽ ലാലേട്ടൻ നമ്മുടെ 3 പേരും പിടിച്ചു നിർത്തുന്നു. അതിന് മുമ്പുള്ള 2 ടാസ്ക് ഡിസ്കസ് ചെയ്തു, അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് ആയതുകൊണ്ട് വിട്ടേക്കാം. അത് നമ്മുടെ അനീഷിനെയും ജിസൈലിനെയും നമ്മുടെ ആര്യനെയും പിടിച്ചു നിൽക്കുന്നു. എന്നിട്ട് അനീഷ് ചെയ്തതാണ് കറക്റ്റ് എന്ന് ജിസൈലിനെയും ആര്യനെയും പറഞ്ഞ് മനസ്സിലാക്കുന്നു. ബിക്കോസ് ആദ്യം ടാസ്ക് ലെറ്റർ വായിക്കുന്ന അനീഷാണ്. അനീഷിന് ഇപ്പോൾ തന്നെ എന്ന് ബിഗ് ബോസ് അതിൽ കൃത്യമായി പറയുന്നു. അതുകൊണ്ട് അനീഷ് അത് ചൂസ് ചെയ്യുന്നു. അതിലെന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് വീട്ടുകാരെയും അതോടൊപ്പം തന്നെ ജിസയിലെയും ആര്യനും അത് ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ആര്യന്റെ ഇരട്ടത്താപ്പടൽ 7 താപ്പുകളായിരുന്നു. ഓരോ നിമിഷത്തിലും ആര്യൻ ഇങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് ഓരോ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഓരോ ക്ലിപ്പായിട്ട് ആര്യൻ ഇട്ട് കാണിച്ചു കൊടുത്തത് വീട്ടുകാർക്കും ആര്യന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ആര്യൻ ഇപ്പോഴും ഒരു ധാർഷ്ട്യം, ഒരു ദേഷ്യം, ഒരു ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ഇതിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഇപ്പോഴും പുള്ളിക്കാരെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും നമുക്ക് വരുന്ന ആഴ്ച മനസ്സിലാവും. സോ അത് കൃത്യമായി ജിസയിലിനെയും ആര്യനെയും മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യിച്ചില്ലായിരുന്നു. കാരണം ആ ബോക്സിനകത്ത് ഇവർ ട്രിമ്മർ ബോക്സിനകത്ത് വെച്ചേക്കുന്ന സംഭവം എന്നാണ് ബിഗ് ബോസ് എഴുതിയേക്കുന്നത് ഇങ്ങനെയായിരുന്നു. അതുപോലും എടുത്ത് വായിച്ചു നോക്കാനുള്ള ക്ഷമ കാണിക്കാതെ ഇവർ കൂട്ടത്തോടെ കിടന്ന് അടി ഉണ്ടാക്കുമായിരുന്നു. അതിൽ എഴുതിയേക്കുന്നത് ഞാൻ ചെയ്യൂ, നിങ്ങളുടെ തല മുട്ടയടിക്കാനായിട്ട് ഞാൻ പറയൂ എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കൂടാതെ 1000 പോയിന്റ്സ് കൊടുക്കുകയും ചെയ്യും. അതായിരുന്നു എഴുതിയത്. അതാരും മൈൻഡ് ചെയ്തില്ല. അതിൽ അനീഷിനെ മാത്രമാണ് നമ്മുടെ ലാലേട്ടൻ പ്രശംസിച്ചത്. അതല്ലാതെ ജിസയിലിനെയും ആര്യനും ചെയ്ത മിസ്റ്റേക്കുകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും നമ്മുടെ ലാലേട്ടൻ ചെയ്തു. സോ അത് കഴിഞ്ഞതിന് ശേഷം എവിക്ഷനാണ് നടന്നത്. എവിക്ഷൻ നമ്മുടെ കലാഭവൻ സരിക എവിക്റ്റായി. അത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, എക്സ്പെക്ട് ചെയ്തതായിരുന്നു. കാരണം വലിയ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നില്ലായിരുന്നല്ലോ വീട്ടിൽ. പുള്ളിക്കാരി വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. പിന്നെ ആര്യനോട് നമ്മുടെ ലാലേട്ടൻ ചൂടായ രീതി, അല്ലെങ്കിൽ ആര്യനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചത്, അക്ബറിനോട് ചൂടായ രീതി, ഇതൊക്കെയാണ് സത്യം പറയാലോ. അല്ലാതെ ലാലേട്ടൻ വന്ന് ചുമ്മാ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കുന്ന നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? കാരണം നമ്മൾ വളരെ വളരെ വികാരപരമായിട്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ആര്യൻ മറ്റേ നമ്മുടെ ശൈത്യയായിട്ട് കാണിച്ച പരിപാടിയുണ്ടല്ലോ, ശൈത്യയുടെ പേഴ്സണൽ ലൈഫ് പറയുന്ന സമയത്ത് ആര്യൻ ചിരിച്ച ആ വിഷയം കൂടി ചോദിക്കാനുണ്ട്. അത് മിക്കവാറും നാളെ ചോദിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇന്ന് ലാലേട്ടൻ പൊളിച്ചടിക്കും തന്നെ പറയാം. ലാലേട്ടൻ്റെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് എപ്പിസോഡ് തന്നെയായിരുന്നു. ലാലേട്ടനിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചത് എന്താണോ അത് തന്നെയാണ് നമുക്ക് ഇന്ന് എപ്പിസോഡിൽ കിട്ടിയത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഓവറോൾ റിവ്യൂ. ഇന്നത്തെ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം. കാരണം നല്ല ഒന്നാമതൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം റിവ്യൂ ആയിട്ട് കാണാം. ബൈ.